ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഡോക്ടറെ, ഇടയ്ക്കിടയ്ക്ക് മൂത്രത്തിൽ പഴുപ്പ് വരുന്നുണ്ട്. തുടക്കത്തിലൊക്കെ ഒരു പുകച്ചിൽ മാത്രമേ ഉള്ളൂ, പക്ഷെ ഇപ്പോൾ സഹിക്കാൻ പറ്റാത്ത രീതിക്ക് വേദനയും കടച്ചിലൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. ഇത് പൂർണ്ണമായിട്ട് മാറ്റാൻ വല്ല മരുന്നുകളുണ്ടോ അല്ലെങ്കിൽ വഴികളുണ്ടോ എന്ന് ചോദിച്ചു വരുന്ന ഒരുപാട് സ്ത്രീകൾ നമുക്ക് കാണാറുണ്ട്. സ്ത്രീകളെന്ന് പ്രത്യേകം പറയാൻ കാരണം ഇന്ന് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഈ സ്ത്രീകളിലാണ്. പുരുഷന്മാരിലും വരാറുണ്ട്, കുട്ടികളിൽ വരാറുണ്ട്, പക്ഷേ ഇന്ന് ഒട്ടുമിക്ക കേസുകളിലും ഇന്ന് സ്ത്രീകളിലാണ് കണ്ടുവരുന്നത്. പല ആളുകളും അവർക്ക് ലക്ഷണങ്ങൾ ഒരുപാടുണ്ടാവും. സഹിക്കാൻ പറ്റാത്ത വേദനയും കടച്ചിലും പുകച്ചിലും ഒക്കെ ഉണ്ടാവും. പക്ഷെ മൂത്രം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ സ്കാനിങ് എടുത്തു കഴിഞ്ഞാലൊക്കെ നോർമലായിരിക്കും. അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് മാറണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്തി ചികിത്സിച്ചാൽ മാത്രമേ നമുക്ക് ഈ മൂത്രത്തിൽ പഴുപ്പിനെ പൂർണ്ണമായിട്ട് അകറ്റാൻ പറ്റുള്ളൂ. മറ്റു ചില കേസുകളിൽ അവർക്ക് ലക്ഷണങ്ങളൊന്നും കാണില്ല, പക്ഷേ മൂത്രം ഒന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പസൽസ്, അതായത് പഴുപ്പിൻ്റെ കോശങ്ങൾ കൂടുതലായിട്ട് കാണും. അപ്പോൾ ഓടിച്ചെന്ന് പോയി മരുന്നുകൾ എടുക്കും, അപ്പോൾ കുറയും. ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ മരുന്നുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളെയും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ മൂത്രത്തിൽ പഴുപ്പിന് എപ്പോഴാണ് നമ്മൾ മരുന്നുകൾ എടുക്കേണ്ടത്, എങ്ങനെയാണ് ഇതിനെ ചികിത്സിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മൂത്രത്തിൽ പഴുപ്പ് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് മരുന്നുകൾ കഴിച്ചിട്ടും യാതൊരു റിസൾട്ടും കിട്ടാത്ത ആളുകളാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. ഇനി മൂത്രത്തിൽ പഴുപ്പിൻ്റെ ടെസ്റ്റ് റിസൾട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിൽ എത്രത്തോളം പസൽസ് ഉണ്ട് എന്ന് ജസ്റ്റ് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അതിൻ്റെ അളവിനനുസരിച്ച് നമുക്ക് അതിൻ്റെ തീവ്രതയും കാര്യങ്ങളൊക്കെ പറയാൻ കഴിയുന്നതായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ടുള്ള റിസൾട്ടുകൾ നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാവുന്നതുമാണ്. ഞാൻ ഡോക്ടർ ഷഹല CH, ഡോക്ടർ ബാസിൽ സോമ്യ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട് ജില്ല. കഴിഞ്ഞ ദിവസം എൻ്റെ OP-യിൽ വന്നൊരു കപ്പിൾസ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സ്ത്രീക്ക്, ആ ലേഡിക്ക് നിരന്തരം അവർക്ക് ഈ മൂത്രത്തിൽ പഴുപ്പ് വരുന്നത് കാരണം അവർ കാണിക്കാൻ വന്നതായിരുന്നു ആ ഒരു പേഷ്യൻ്റ്. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് യൂറിൻ ടെസ്റ്റ് ചെയ്ത് നോക്കി, സ്കാനിങ് ചെയ്ത് നോക്കി, അതിലെല്ലാം നോർമലാണ്, പസൽസ് ഒക്കെ നോർമലായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് അവരോട് ഞാൻ ഹൈജീനെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് അവർ പറയുന്നത്, അവർ യൂസ് ചെയ്യുന്ന ബാത്റൂം കോമൺ, രണ്ടാൾക്കും കൂടി ഒരു ബാത്റൂമാണ്. അപ്പോൾ നിരന്തരം ഈ ഹസ്ബൻഡ് അവർ കൂടുതലായിട്ട് നിന്നാണ് മൂത്രം ഒഴിക്കുക ടോയ്ലറ്റിൽ. അപ്പോൾ ആ ടോയ്ലറ്റ് ബൗളിലൊക്കെ എപ്പോഴും മൂത്രത്തിൻ്റെ അംശം ഉള്ളത് കൊണ്ട് തന്നെ അതിനുശേഷം ഈ ലേഡിയാണ് ആ ടോയ്ലറ്റിൽ പോവുക. അതിനുശേഷം ആ ലേഡി നിരന്തരം ഇങ്ങനെ ആ മൂത്രത്തിൻ്റെ അംശം അവരുടെ ബോഡിയിലാവുന്നത് കാരണം അവർക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ കയറുന്നതാണ്. കാരണം സ്ത്രീകളുടെ മൂത്രനാളി എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, ഒരു 5 സെൻറ്റിമീറ്ററൊക്കെ ലെങ്ത്തേ ഉള്ളൂ മൂത്രനാളിക്ക്. പക്ഷേ പുരുഷന്മാരുടെ മൂത്രനാളി കുറച്ച് ലെങ്ത്ത് കൂടിയതാണ്. അതുകൊണ്ട് തന്നെ പുരുഷന്മാരെക്കാളും കൂടുതലായിട്ട് പെട്ടെന്ന് ഇവർക്ക് സ്ത്രീകൾക്ക് മൂത്രത്തിൽ പഴുപ്പ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സ്ത്രീകളാണ് കൂടുതലായിട്ട് ഇത് സഫർ ചെയ്യുക. പ്രത്യേകിച്ച് ഹൈജീൻ്റെ വിഷയത്തിൽ നോക്കുമ്പോൾ സ്ത്രീകൾക്ക് പെട്ടെന്ന് ഇങ്ങനത്തെ കേസുകളിൽ ഇൻഫെക്ഷൻ കിട്ടാനും അതുവഴി നിരന്തരം ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പോൾ അവരോട് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞത്, ഇത്തരം ടോയ്ലറ്റിലൊക്കെ നിന്ന് മൂത്രമൊഴിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറഞ്ഞു. കൃത്യമായിട്ട് പേഴ്സണൽ ഹൈജീൻ്റെ കാര്യം കൂടെ പറഞ്ഞപ്പോൾ അവർക്ക് ഏകദേശം ഒരു 3 മാസം കൊണ്ട് നല്ല റിസൾട്ട് കിട്ടിയിരുന്നു. പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ കൂടുതലായിട്ട് അവർക്ക് ആ പ്രൈവറ്റ് പാർട്സിൻ്റെ ഹൈജീന്, പ്രത്യേകിച്ച് മൂത്രമൊഴിച്ച് കഴിഞ്ഞതിന് ശേഷം അവിടെ നല്ലപോലെ കോട്ടൺ തുണി വെച്ച് വെള്ളം ഒപ്പിയെടുത്ത് എപ്പോഴും ഡ്രൈ ആക്കി വെക്കാൻ നിർദ്ദേശിച്ചിരുന്നു. അതുപോലെ തന്നെ പബ്ലിക് ടോയ്ലറ്റിൻ്റെ ഒക്കെ ഉപയോഗം പരമാവധി കുറക്കാൻ പറഞ്ഞു. അല്ലെങ്കിൽ പബ്ലിക് ടോയ്ലറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ഒരു ടോയ്ലറ്റ് പേപ്പർ വെച്ചിരിക്കാനും കൂടെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതേ അവസ്ഥ തന്നെയാണ് സെക്ഷുവൽ കോണ്ടാക്റ്റിന് ശേഷവും സ്ത്രീകൾക്ക് വരാറുള്ള ഹണിമൂൺ സിസ്റ്റൈറ്റിസ് എന്ന് പറയും. സെക്സിന് ശേഷവും മുമ്പും കൂടുതലായിട്ട് നമ്മൾ ഹൈജീൻ കീപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ വെള്ളം ഉപയോഗിച്ച് വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പേഴ്സണൽ ഹൈജീൻ വളരെ പ്രധാനമാണ്, പ്രത്യേകിച്ച് ഇടയ്ക്കിടയ്ക്ക് മൂത്രത്തിൽ പഴുപ്പ് വരുന്ന സ്ത്രീകളാണെങ്കിൽ. അതുപോലെ തന്നെ മറ്റൊരു കാരണം വരുന്നത് നമുക്കറിയാം, വെള്ളം കൂടി കുറയുന്ന ആളുകളിലാണ്. വെള്ളം വളരെ പ്രധാനമാണ് നമ്മുടെ ശരീരത്തിന്. വെള്ളം കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ മൂത്രനാളിയിലുള്ള മൂത്രത്തിൻ്റെയൊക്കെ pH അസിഡിക്കായി മാറാനും പെട്ടെന്ന് ബാക്ടീരിയകളൊക്കെ വളരാനും അത് വളരെയധികം കാരണമാവുന്നുണ്ട്. അപ്പോൾ വെള്ളം ധാരാളം കുടിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മറ്റ് സ്ത്രീകളിലൊക്കെ കാണുന്നത് ചില കേസുകളിൽ ആർത്തവ വിരാമം എത്തുന്ന സ്ത്രീകൾ, മെനപ്പോസ് എത്തിയ ലേഡീസിലൊക്കെ ഈസ്ട്രജൻ ഹോർമോണിൻ്റെ കുറവ് കാരണം മൂത്രത്തിൽ പഴുപ്പ് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അതുപോലെ തന്നെ ചില സ്ത്രീകൾക്ക് ഗർഭാശയമുഴ ഉണ്ടാവും, ഫൈബ്രോയിഡ്, അല്ലെങ്കിൽ മറ്റ് മുഴകൾ, ഗർഭപാത്രവുമായി ബന്ധപ്പെട്ടുള്ള മുഴകൾ കാരണം അതിൻ്റെ ഒരു പ്രഷർ ഇവർക്ക് ഈ മൂത്രനാളിയിലേക്ക് അല്ലെങ്കിൽ മൂത്രസഞ്ചിയിലേക്ക് വരും. അത് കാരണം കുറച്ച് മൂത്രം അവിടെ കെട്ടിക്കിടക്കുന്നത് കാരണം മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരാറുണ്ട്.
അതേ അവസ്ഥയാണ് പ്രഗ്നൻസിയിൽ ആ കുട്ടിയുടെ വളർച്ച കാരണം ഗർഭപാത്രത്തിൻ്റെ സൈസ് കൂടും. അതിൻ്റെ ഒരു പ്രഷർ കാരണം ഇവർക്ക് മൂത്രത്തിൽ പഴുപ്പ് വരാനുള്ള സാധ്യത ഗർഭാവസ്ഥയിൽ ഇവർക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്ക് പുരുഷന്മാരിലാണെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കമുള്ള ആളുകൾ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഇൻഫെക്ഷൻ ഉള്ള ആളുകൾക്ക് മൂത്രം കെട്ടിക്കിടന്ന് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അല്ലെ കിഡ്നിയിൽ കല്ലുള്ളവർക്ക് അല്ലെങ്കിൽ മൂത്രത്തിൽ കല്ലുള്ളവർക്ക് ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ സ്ത്രീകളാണെങ്കിൽ ചില സ്ത്രീകൾ നമുക്കറിയാം മൂത്രം ടെസ്റ്റ് ചെയ്യുമ്പോഴും സ്കാനിങ് ഒക്കെ നോർമലായിരിക്കും, പക്ഷെ അവർക്ക് യോനി ഭാഗത്ത് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടാവും. ആ ഇൻഫെക്ഷൻ ഇതിലേക്കും നമ്മളെ മൂത്രനാളിയിലേക്കും കയറിയിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സേഫ് ആയിട്ടുള്ള സെക്സ് പ്രാക്ടീസ് ചെയ്യാത്ത ആളുകൾ, മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ് ഉള്ള ആളുകൾ, ലൈംഗിക രോഗങ്ങളുള്ള ആളുകൾക്കും കൂടുതലായിട്ട് ഇത്തരം ബുദ്ധിമുട്ടുകൾ കണ്ടുവരുന്നുണ്ട്. ഇത്രയും കാരണങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് മൂത്രത്തിൽ പഴുപ്പ് ഇടയ്ക്കിടയ്ക്ക് വരാനുള്ള ഇത്രയും കാരണങ്ങളാണ് കൂടുതലായിട്ട് ഇന്ന് ഒ പിയിൽ കണ്ടുവരുന്നത്. എന്തുകൊണ്ടായിരിക്കും നമുക്ക് ഇൻഫെക്ഷൻ വരുന്നത്? സാധാരണ നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് ബാക്ടീരിയകൾ, നല്ല ബാക്ടീരിയകൾ ധാരാളമുണ്ട്. നമ്മുടെ ദഹന വ്യവസ്ഥയിലുണ്ട്, മൂത്രനാളിയിലൊക്കെ ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ബാക്ടീരിയ നല്ലപോലെ ഉണ്ട്. അതിൻ്റെ അളവ് കുറഞ്ഞ് ചീത്ത ബാക്ടീരിയകൾ കൂടുതലായിട്ട്, പ്രത്യേകിച്ച് മലദ്വാരത്തിലുള്ള ഈക്കോളെ പോലെയുള്ള ബാക്ടീരിയകൾ കൂടുതലായിട്ട് മൂത്രനാളിയിലേക്കും ശരീരത്തിലേക്കും വരുമ്പോഴാണ് നമുക്ക് ഈ ഇൻഫെക്ഷൻസ് ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നല്ല ബാക്ടീരിയൻ്റെ അളവ് കൂട്ടാനും ചീത്ത ബാക്ടീരിയകളുടെ അളവ് കുറക്കാനും സഹായിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഒരുപാട് കുട്ടികളുണ്ട്, പ്രത്യേകിച്ച് കഴിഞ്ഞ ഒ പിയിലൊക്കെ വന്നിരുന്ന ഒരു ചെറിയ കുട്ടി, ഒരുപാട് അസുഖങ്ങളുണ്ട്. ആ അസുഖത്തിനൊക്കെ ഒരുപാട് ആൻറ്റിബയോട്ടിക്കുകൾ യൂസ് ചെയ്യുന്നൊരു കുട്ടിയായിരുന്നു. നിരന്തരം ആൻറ്റിബയോട്ടിക്കുകൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള നല്ല ബാക്ടീരിയയുടെ അളവൊക്കെ കുറയാൻ തുടങ്ങും. അത് കാരണം ഈ കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് യൂറിൻ ഇൻഫെക്ഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടിയുടെ ഇമ്മ്യൂണിറ്റി തന്നെ കുറഞ്ഞു, അത് കാരണം നിരന്തരം ഇൻഫെക്ഷൻസ് വരാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത കേസുകളിൽ അല്ലെങ്കിൽ അത്യാവശ്യമുള്ള കേസുകളിൽ മാത്രം നിങ്ങൾ ആൻറ്റിബയോട്ടിക്കുകളോ അല്ലെങ്കിൽ മരുന്നുകൾ, പെയിൻ കില്ലറുകളൊക്കെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അനാവശ്യമായിട്ട് അത്തരം മരുന്നുകൾ കുറേ കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതുപോലെ ഇമ്മ്യൂണിറ്റി കുറയാനും ചീത്ത ബാക്ടീരിയകൾ ശരീരത്തിൽ കൂടാനും അത് കാരണമാവുന്നുണ്ട്. ആ കഴിഞ്ഞ ഒ പിയിൽ വന്ന കുട്ടിയുടെയൊക്കെ അവസ്ഥ വളരെ മോശമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരുന്നത് കാരണം ആ കുട്ടിക്ക് ഡെയിലി സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല, ഡെയിലി മരുന്നുകൾ കഴിച്ച് അങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുകയാണ് കുട്ടി. അപ്പോൾ ഇത്രയും കാരണങ്ങളാണ് നിരന്തരം ഇത്തരം കേസുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥ നമ്മൾ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ, നമ്മുടെ ഭക്ഷണ രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ കുടിക്കുന്ന വെള്ളത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വെറുതെ നമ്മളൊരു യൂറിൻ ടെസ്റ്റ് ചെയ്ത് പോയി പസൽസ് ചെക്ക് ചെയ്തു, പസൽസ് കൂടുതലാണ് അല്ലെങ്കിൽ പഴുപ്പ് കൂടുതലാണെന്ന് കണ്ടാൽ ഒരു മരുന്നെടുത്ത് കഴിക്കും, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും വരും. ആ രീതിക്ക് കഴിച്ചതുകൊണ്ട് യാതൊരു മാറ്റവും വരില്ല. അപ്പോൾ നമ്മൾ ലൈഫ് സ്റ്റൈലിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അമിതമായിട്ട് ഉപ്പ്, അമിതമായിട്ട് പഞ്ചസാരയ്ക്ക് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അതിൻ്റെ അളവ് കുറക്കുക. പഞ്ചസാര ഭക്ഷണത്തിൽ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് യൂറിൻ്റെ pH അസിഡിക്കായിട്ട് മാറും, അതുവഴി ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അമിതമായിട്ട് ഉപ്പ് ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ തന്നെ പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങൾ പരമാവധി കുറക്കാൻ ശ്രദ്ധിക്കുക. അതിന് പുറമെ വെള്ളം ധാരാളം കുടിക്കാൻ ശ്രദ്ധിക്കുക. സാധാരണ വെള്ളം അല്ലെങ്കിൽ ഞെരിഞ്ഞിലിട്ട് തിളപ്പിച്ച വെള്ളം അല്ലെങ്കിൽ ബാർലി ഇട്ട് തിളപ്പിച്ച വെള്ളം, തഴുതാമ ഇട്ട് തിളപ്പിച്ച വെള്ളമൊക്കെ ഇതിൽ വളരെ എഫക്റ്റീവാണ്. നമ്മൾ നാച്ചുറലായിട്ട് ഈ ഒരു ഞെരിഞ്ഞിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന ഒരു മെഡിസിനാണ്, ഹോമിയോപ്പതിക് മെഡിസിനാണ് ട്രിബുലസ് എന്ന് പറയുന്നത്. യൂറിൻ ഇൻഫെക്ഷൻ ഉള്ളവർക്ക് നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കുന്ന ഒരു മെഡിസിനാണ് ട്രിബുലസ് മദർ ടിഞ്ചർ. അതുപോലെ തന്നെ നമ്മൾ യൂറിൻ ഇൻഫെക്ഷൻസ് തടയാനും യൂറിൻ്റെ, നമ്മുടെ മൂത്രത്തിൻ്റെ അളവ് കൂട്ടി ഇൻഫെക്ഷൻസ് പുറന്തള്ളാൻ സഹായിക്കുന്ന മറ്റു മരുന്നുകളാണ് അപ്പിസ് മെല്ലിഫിക്ക പോലെയുള്ള ഒരുപാട് മരുന്നുകളുണ്ട് ഹോമിയോപ്പതിയിൽ. നമ്മൾ ഹോമിയോപ്പതിക് ജർമ്മൻ മരുന്നുകൾ വെച്ചുള്ള ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കൂടുതലായിട്ട് നാച്ചുറലായിട്ട് നമ്മുടെ യൂറിൻ്റെ ഔട്ട്പുട്ട് കൂട്ടാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ, ഫ്രൂട്ട്സുകൾ ധാരാളം കഴിക്കുക. പ്രത്യേകിച്ച് തണ്ണിമത്തൻ്റെ ജ്യൂസ് അല്ലെങ്കിൽ കുക്കുംബർ, കക്കരിക്കയുടെ ജ്യൂസൊക്കെ നമുക്ക് ഡെയിലി ഒരു നേരം കഴിക്കുന്നത് വളരെ എഫക്റ്റീവാണ്. അതുപോലെ തന്നെ നമുക്ക് അമിതമായിട്ടുള്ള എരിവടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, എണ്ണക്കടികളൊക്കെ പരമാവധി കുറക്കാൻ ശ്രദ്ധിക്കുക. ബാക്കി നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്ന ഒരുപാട് ഭക്ഷണങ്ങളുണ്ട്, ഫ്രൂട്ട്സുകൾ, പച്ചക്കറികൾ, അതൊക്കെ ധാരാളം കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ ഈ ഇൻഫെക്ഷൻസ് ഇടയ്ക്കിടയ്ക്ക് വരുന്നത് തടയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കൂടെ ധാരാളം വെള്ളം കുടിക്കാനും കൂടെ ശ്രദ്ധിക്കുക. സാധാരണ നമ്മുടെ മൂത്രത്തിൻ്റെ നിറം എന്ന് പറയുന്നത് ലൈറ്റ് യെല്ലോ കളറാണ്. ആ ലൈറ്റ് യെല്ലോ കളറിൽ മൂത്രം വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം ശരീരത്തിലേക്ക് എത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഡാർക്ക് യെല്ലോ കളറാണ് അല്ലെങ്കിൽ നല്ല റെഡ് കളറിലൊക്കെ വരികയാണെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് ശരീരത്തിലേക്ക് എത്തുന്നത് വളരെ കുറവാണ്. അപ്പോൾ അത്തരം ആളുകൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒരു പെയിൽ യെല്ലോ കളറിൽ പോവുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് 2.5-3 ലിറ്റർ വെള്ളം ഡെയിലി കുടിക്കാനും കൂടെ ശ്രദ്ധിക്കുക.
അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം ആവശ്യമായിട്ടുള്ള കേസുകളിൽ, പ്രത്യേകിച്ച് യൂറിനിലൊക്കെ ഒരുപാട് പസൽസ് കാണുന്നുണ്ട്, അൾട്രാസൗണ്ടിൽ ബുദ്ധിമുട്ടുകളൊക്കെ കാണുന്നുണ്ട് എങ്കിൽ നമ്മൾ കൃത്യമായിട്ടൊരു ഡോക്ടറെ കണ്ടിട്ട് തന്നെ മരുന്നുകൾ എടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഇത്തരം കേസുകളിൽ ചെയ്യുന്നത് കൃത്യമായിട്ട് അതിൻ്റെ കാരണം കണ്ടെത്തി അതിനനുയോജ്യമായിട്ടുള്ളൊരു മരുന്നുകളാണ്, പ്രത്യേകിച്ച് ഹോമിയോപ്പതിക് ജർമ്മൻ മരുന്നുകളാണ് ചെയ്തു വരുന്നത്. അതിൽ നമ്മൾ നാച്ചുറലായിട്ടുള്ള ഞെരിഞ്ഞിൽ നിന്നും തഴുതാമയിൽ നിന്നൊക്കെ വേർതിരിച്ചെടുക്കുന്ന മരുന്നുകൾ, പ്രത്യേകിച്ച് ട്രിബുലസ്, ബോയർഹാവിയ, ഡിഫ്യൂസ പോലെയുള്ള ഒരുപാട് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള മരുന്നുകളും കൂടെ ഉപയോഗിച്ച് വരുന്നുണ്ട്. കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പഠിച്ചിട്ട് നമ്മൾ അതിനനുസരിച്ചുള്ള ലൈഫ് സ്റ്റൈലിലുള്ള മാറ്റങ്ങൾ പറഞ്ഞു കൊടുക്കും. ഭക്ഷണ രീതിയിലും വെള്ളത്തിൻ്റെ അളവിലൊക്കെയുള്ള മാറ്റങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് അതിനനുയോജ്യമായിട്ടുള്ള ഒരാവശ്യത്തിനുള്ള മരുന്നുകളും കൂടിയാണ് ഇതിൽ കൊടുത്തു വരുന്നത്. അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ യൂറിൻ റിപ്പോർട്ടിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിപ്പോർട്ടുകളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ ജസ്റ്റ് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് വോയിസ് മെസ്സേജ് ആക്കിയിടാം, അല്ലെങ്കിൽ റിപ്പോർട്ട്സുകൾ അയച്ചിടാം. അതുമായി ബന്ധപ്പെട്ടുള്ള മാനേജ്മെൻറ്റും ട്രീറ്റ്മെൻറ്റും നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. കൂടുതലായിട്ട് സംശയങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. സ്നേഹത്തോടെ ഡോക്ടർ ഷഹല CH, ഡോക്ടർ ബാസിൽ സൗമ്യ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്.